ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അധികം സ്റ്റെപ്പും അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നറിയാത്തവരുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ തറ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര കോഴിമുട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ 6 കോഴിമുട്ടയാണ് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കോഴിമുട്ട നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല റെഡിയാക്കി എടുക്കുക. ഒരു കോഴിമുട്ട സെൻറ്റർ കട്ട് ചെയ്തിട്ട്, അപ്പോൾ 6 കോഴിമുട്ടയാകുമ്പോൾ 12 പീസ് ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുമോ അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കുക. തേങ്ങയുടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആ ചമ്മന്തിയിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ ചെറിയൊരു പീസ് വലിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നമ്മൾ സാധാരണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോഴിമുട്ട 6 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒരു കോഴിമുട്ടയും 2 പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ കോഴിമുട്ട മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് കോഴിമുട്ടയുടെ ഒരു യെല്ലോ പോർഷന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചമ്മന്തിയും ആ ഒരു എഗ്ഗിൻ്റെ യോക്കും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഗ് യോക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് നമുക്ക് ആ ഒരു മുട്ടയുടെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ മുട്ട മൊത്തമായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷന് നമ്മൾ മാറ്റിയിട്ടുള്ള ആ ഒരു പോർഷന് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം മൊത്തമായിട്ട് തന്നെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചമ്മന്തി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് ആ ഒരു എഗ് യോക്ക് മാറ്റിയില്ലേ, ആ ഒരു യോക്ക് മാറ്റിയ ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതായാലും ഒരു സൈഡ് മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയുടെ അതേ ഷേപ്പിലേക്ക് തന്നെ ആക്കി ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കാണുന്ന പോലെയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടി നിന്നോളും. അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും
പിന്നെ ഇതാ കുറച്ച് കായപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസായിട്ട് മാറും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരിവാണ് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 2 പിഞ്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു മുട്ടയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കിട്ടൂല. അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മുട്ട സെപ്പറേറ്റും അതുപോലെ തന്നെ ആ ഒരു ബാറ്റർ സെപ്പറേറ്റ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഓരോ മുട്ട എടുത്തിട്ട് ആ ബാറ്ററിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഉണ്ടല്ലോ ഇതുപോലെ എല്ലാ ഭാഗവും ആ ഒരു മുട്ടയുടെ എല്ലാ ഭാഗവും ആ ഒരു ബാറ്റർ നന്നായിട്ട് തന്നെ കോട്ടായിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാവൊക്കെ സ്പ്രെഡായിട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുത്താൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെക്കുന്തോറും ഇത് തണുത്ത് പോകും. അപ്പോൾ ചൂടോട് കൂടെ തന്നെ കഴിക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മാവ് എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കൈകൊണ്ട് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതാണ്. കണ്ടല്ലോ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ചമ്മന്തി, നല്ല എരിവുള്ള ആ ഒരു ചമ്മന്തിയൊക്കെ ആ ഒരു മുട്ടയും കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ മുട്ടയൊക്കെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പീസാക്കിയിട്ട് വേണമെങ്കിലും ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.